Hallelujah, 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 hallelujah. Thank you, Lord, thank you, Lord, thank you, Lord. Hallelujah, 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 hallelujah. Thank you, Father, thank you, Lord. Hallelujah, 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 hallelujah. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. Hallelujah. Praise you, Father. Praise you, Lord. Praise you, Lord. Hallelujah, 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 hallelujah. Praise the Lord. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല നിമിഷത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവനുള്ള കർത്താവിൻ്റെ വചനവുമായി ദൈവമക്കളോട് ഒരുമിച്ചായിരിക്കാൻ സർവശക്തനായ ദൈവം വീണ്ടും എൻ്റെ ജീവിതത്തിൽ ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി പ്രാരംഭത്തിൽ തന്നെ സകലമാനവും മഹത്വവും ഞാൻ കർത്താവിന് അർപ്പിക്കുന്നു. വിശേഷാൽ എന്നെ ഈ സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെ അഡ്മിനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്ന കർത്താവിൽ ശ്രേഷ്ഠദാസി റോസ് ലിനാൻറ്റിയോടും കുടുംബത്തോടുമുള്ള എൻ്റെ നന്ദിയെ പ്രാരംഭ സമയത്തിൽ അറിയിക്കുകയാണ്. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നാം ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. പ്രാർത്ഥനയോടെ ദൈവവചന കേൾവിക്കായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു ദൈവസന്നിധാനത്തിലായിരിക്കാം. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു നാഥ. അങ്ങയുടെ സന്നിധാനത്തിൽ വചനത്തിൻ്റെ മുൻപിൽ ഞങ്ങളായിരിക്കുന്നല്ലോ. കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടുന്ന ദൈവിക ആലോചനകൾ അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വചനം കേട്ട് ഞങ്ങളെ തന്നെ ചതിക്കുന്നവരായിട്ടല്ല, അത് പ്രമാണിച്ച് നടക്കുവാൻ, അതനുസരിച്ച് നടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതമായി തീരുവാൻ അങ്ങിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം അത് ചെയ്യുന്നത് ഓർത്ത് നന്ദി മഹത്വം എല്ലാം അങ്ങേക്ക് നൽകുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 80-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദ ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 80. അവിടെ ഇങ്ങനെ പറയുകയാണ്: പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു, അവൻ ഇസ്രായേലിന് തന്നെത്താൻ കാണിക്കും നാൾ വരെ മരുഭൂമിയിൽ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ പശ്ചാത്തലം നമുക്ക് ഇവർക്കും സുപരിചിതമാണ്. യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെക്കുറിച്ചാണ് നമുക്ക് ഈ അധ്യായത്തിൽ പ്രധാനമായിട്ട് കാണുവാൻ കഴിയുന്നത്. ആ വാക്യത്തിൽ കിടക്കുന്ന ദൈവീക ദൂതിലേക്ക് കടക്കുന്നതിന് മുന്നമേ പശ്ചാത്തലത്തിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വിഷയം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരായിരുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ സഞ്ചരിച്ചവരായിരുന്നു. ആത്മാവിന്റെ ശക്തിയോടെ ചിലതൊക്കെ വിളിച്ചു പറഞ്ഞവരായിരുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരിൽ വന്നപ്പോൾ അവർ പ്രവചിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഒരു കൂട്ടത്തെയാണ് നമുക്ക് ഈ 1-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. സെക്കരിയാവ് എന്ന പുരോഹിതൻ അബിയാഖൂറിൽ അങ്ങനെ കർത്താവിന്റെ വേലയിലായിരുന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന് പ്രാരംഭ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു സെക്കരിയാവിന്റെ ഭാര്യയായ എലിസബത്ത്. അവരുടെ ജീവിതത്തിൽ അവർ നീതിയുള്ളവരായിരുന്നു. കർത്താവിന്റെ കൽപ്പനകൾ, ദൈവത്തിന്റെ ചട്ടങ്ങൾ, ന്യായപ്രമാണങ്ങളൊക്കെ പാലിച്ചു നടന്നവരായിരുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ, ഒരു ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ, ഒരു സന്തതി ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അവർ വിശ്വസ്തയോടെ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുമ്പോഴാണ് ഒരു പ്രാവശ്യം ധൂപം കാട്ടുവാൻ നറുക്ക് സെക്കരിയാവിന്റെ മേൽ വീഴുന്നതും താൻ ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു ചെല്ലുന്നതും. നമുക്കറിയാം പശ്ചാത്തലം. സ്തോത്രം. ഗബ്രിയേൽ ദൂതൻ ദൈവത്തിന്റെ സന്നിധാനത്തിൽ നിന്ന് ദൈവീക ആലോചനകളെ സെക്കരിയാവിനോട് അറിയിക്കുകയാണ്. ദൂതൻ പറയുന്ന ഒരു കാര്യം തനിക്ക് ജനിക്കുവാനുള്ള സന്തതിയെക്കുറിച്ച്, യോഹന്നാനെ കുറിച്ചാണ്. ഇങ്ങനെയാണ് പറയുന്നത്: സെക്കരിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. ദൂതൻ പറയാണ്, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ഈ ജനനത്തിങ്കിൽ സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവന്റെ ജനനത്തിങ്കിൽ പലരും സന്തോഷിക്കും. അപ്പോൾ സെക്കരിയാവിന് മാത്രമല്ല സന്തോഷം, പലരും സന്തോഷിക്കത്തക്കവണ്ണം ഒരു ജനനമായിരിക്കും യോഹന്നാന്റെ ജനനം എന്ന് ദൈവത്തിന്റെ ദൂതൻ ഒരു ആലോചന അറിയിക്കുകയാണ്. സ്തോത്രം.
അതിനുശേഷം നമുക്ക് യോഹന്നാനെ കുറിച്ച് ദൈവീക ആലോചനകൾ ദൂതൻ അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വീഞ്ഞു കുടിക്കത്തില്ല, മദ്യം കുടിക്കത്തില്ല, അവൻ ദൈവസന്നിധാനത്തിൽ വലിയവനാകും എന്നൊക്കെയുള്ള ദൈവീക ആലോചനകൾ കൂട്ടിപ്പറയാണ്. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയം തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക എന്നുള്ളതാണ്. സ്തോത്രം. ഇവിടെ യോഹന്നാനെ കുറിച്ച് പറയുകയാണ്, താൻ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്കറിയാം, സെഖരിയാവിന്റെ ജീവിതത്തിൽ തനിക്ക് വിശ്വസിക്കുവാൻ കഴിയാത്തതായിരുന്നു. കാരണം താൻ ദൂതനോട് പറയുകയാണ്, ഇത് എങ്ങനെ സംഭവിക്കും, ഇതിനൊരു ഹിന്റ് എന്താണെന്നൊക്കെ താൻ ചോദിക്കുകയാണ്. അപ്പോൾ ദൂതൻ പറയുകയാണ്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു, നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായിക കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പദം തക്ക സമയത്ത് നിവർത്തിയാകുവാനുള്ള എൻ്റെ ഈ വാക്ക്. ഹല്ലേലൂയ. തക്ക സമയത്ത് നിവർത്തിയാകും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്തമുണ്ടാകും, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ദർശനമുണ്ടാകും. പക്ഷേ ഒന്നോർത്തുകൊള്ളുക, ഹല്ലേലൂയ, തക്ക സമയത്താണ് നിവർത്തിയാകുന്നത്. തക്ക സമയത്ത് കർത്താവ് അരുളി ചെയ്തിരിക്കുന്ന ആലോചനകളും വാഗ്ദത്തങ്ങളും നിവർത്തിയാകുവാൻ ഇടയായിത്തീരും. ആമേൻ. പ്രവാചകൻ പറയാണ്, ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ട്, അതതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വൈകിയാലും ആമേൻ നിങ്ങൾ കാത്തിരിക്കണം, അത് വരും, നിശ്ചയം താമസിക്കത്തില്ല. ഒരു പ്രാവശ്യം പറയാണ്, അത് വൈകിയാലും നിങ്ങൾ കാത്തിരിക്കണം. ഇൻ കേസ് ഇഫ് ഇറ്റ് ഡീലേസ്, ഹല്ലേലൂയ, വൈകിയാലും നിങ്ങൾ കാത്തിരിക്കണം. പിന്നീട് താൻ പറയാണ്, അത് വരും, നിശ്ചയം അത് താമസിക്കത്തില്ല. ഒറ്റയൊരു പ്രവാചകൻ തന്നെ പറയുകയാണ്, വൈകിയാലും നിങ്ങൾ കാത്തിരിക്കണം. പിന്നീട് പറയുകയാണ്, ഇല്ല, അത് താമസിക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഇവിടെ ദൂതൻ സെഖരിയാവിനോട് പറയുകയാണ്, തക്ക സമയത്തുള്ള നിവർത്തിയാകുവാൻ ആമേൻ ഞാൻ പറഞ്ഞിരിക്കുന്ന വാക്ക്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മോട് അരുളി ചെയ്തിരിക്കുന്ന ഓരോ ആലോചനകളും ഓരോ വാഗ്ദത്തങ്ങളും അത് ദൈവത്തിന്റെ സമയത്ത് നിവർത്തിയാകും. സെഖരിയാവ് ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെ അറിയും, ഇതൊക്കെ എങ്ങനെ നടക്കും? കാരണം ഞാൻ വൃദ്ധനായ ഒരു മനുഷ്യനാണ്. ആമേൻ. എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളാണ്. ഹല്ലേലൂയ. നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് ഒതുങ്ങാത്തത്, നമ്മുടെ ചിന്തകൾക്ക് ഒതുങ്ങാത്തത് ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും. വിശ്വസ്തയോടെ കർത്താവിന്റെ സന്നിധാനത്തിൽ നിന്ന് വേല ചെയ്ത ആ സെഖരിയാവിനെയും കുടുംബത്തെയും ദൈവം ഓർത്തെങ്കിൽ നിശ്ചയമായിട്ടും പ്രൈസ് ദി ലോർഡ്, വിശ്വസ്തയോടെ നാം ദൈവസന്നിധാനത്തിൽ ഏത് തലമുറയിൽ നിന്നാലും നമ്മെ ഓർക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ആമേൻ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. താഴോട്ട് കടന്നു വരുമ്പോൾ നമുക്കറിയാം, മറിയോട് ദൈവത്തിന്റെ ആലോചന ദൂതൻ അറിയിക്കുക. ആമേൻ. ഒരു വന്ദനം കേട്ടിട്ട് മറിയ ചിന്തിക്കുന്നുണ്ട്, പ്രൈസ് ദി ലോർഡ്, ഇതെങ്ങനെയുള്ള ഒരു വന്ദനം? അപ്പോൾ ദൂതൻ പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ നടക്കുവാനുള്ള ചിലത് അറിയിക്കുവാനാണ് ഞാൻ വന്നത്. ആമേൻ. ഒരു വാക്ക് പ്രധാനമായിട്ട് നമ്മൾ ഓർക്കണം. അവിടെ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഹല്ലേലൂയ. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന ഒരു ആലോചന, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ചില പ്രവർത്തികൾ, ദൈവത്തിന്റെ ചില വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണങ്ങളിലേക്ക് നയിക്കപ്പെടണമെങ്കിൽ, നടത്തപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവിന്റെ വരവിനു വേണ്ടി നാം നമ്മെ തന്നെ ഒരുങ്ങി ഓരോ ദിവസവും കാത്തിരിക്കുമ്പോൾ ആത്മാവിന്റെ അത്യന്ത ശക്തി ഇല്ല എങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുവാനിടയായിത്തീരും. യേശു കർത്താവ് നിക്കോദിമോസിനോട് പറയുകയാണ്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നിനക്ക് ദൈവരാജ്യം കാണുവാൻ കഴിയത്തില്ല. ആത്മാവിന്റെ ശക്തി ഈ കാലഘട്ടത്തിൽ വളരെയധികം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുവേണ്ടി പ്രാർത്ഥനയോട് ദൈവസന്നിധാനത്തിൽ ഓരോ ദിനം കഴിയും തോറും പരിശുദ്ധാത്മാവിന്റെ ആ അത്യന്ത ശക്തി കർത്താവെ അങ്ങ് പകരണമേ എന്ന് ദൈവസന്നിധാനത്തിൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഞാൻ മുന്നമേ പറയുവാനിടയായി തീർന്നു, ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതം എടുത്തു നോക്കുമ്പോൾ അവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരായിരുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അവരുടെ മേൽ ഉണ്ടായിരുന്നു. ആമേൻ. ആത്മാവിൽ അവർ ചിലത് വിളിച്ചു പറഞ്ഞു, ആത്മാവിൽ അവർ പ്രവചിപ്പാനിടയായി തീർന്നു. ഓടിപ്പോകട്ടെ. ഹല്ലേലൂയ. മറിയ
ദൈവത്തിൻ്റെ ദൂതന്റെ വാക്ക് കേട്ടിട്ട് കർത്താവിന്റെ ദൂതന് ഒരു കൺഫർമേഷൻ കൊടുക്കുകയാണ്. നിന്റെ ചാർച്ചക്കാരത്തിയായ എലിസബത്തിന് ദൈവം ചെയ്ത അത്ഭുതം. ഹല്ലേലൂയ. ഒരു കൺഫർമേഷൻ കൊടുക്കുമ്പോൾ ഈ മറിയ ഓടി ബന്ധപ്പെട്ട് എലിസബത്തിന്റെ വീട്ടിലേക്ക് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 41 വാക്യത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. നോക്കിക്കേ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ചിലത് പറയുവാനിടയായി തീർന്നു. ആത്മാവിന്റെ ഒരു നിറവിലേക്കാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോരുത്തരും നയിക്കപ്പെടുന്നത്. ചില ദൈവീക ആലോചനകൾ എലിസബത്ത് മറിയോട് പറയുകയാണ്. 45 വാക്യത്തിൽ കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. 46 മുതൽ നമുക്ക് മറിയ പറയുന്ന ചിലതാണ് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ മറിയ പറഞ്ഞത്: എൻ്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവിൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആമേൻ മറിയയുടെ മേൽ വരുവാനിടയായി തീർന്നു. അത്യുന്നത ശക്തി അവളുടെ മേൽ നിഴലിടുവാനിടയായി തീർന്നു. ആമേൻ, സ്തോത്രം. കർത്താവിന്റെ ദൂതൻ പ്രാരംഭത്തിൽ സെഖര്യാവിനോട് പറയുകയാണ്, ഗർഭത്തിൽ വെച്ച് തന്നെ ആമേൻ യോഹന്നാൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനാൽ നിറയും. സ്തോത്രം. ഇവിടെ മറിയയുടെ വന്ദനം കേട്ടിട്ട് എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ഹല്ലേലൂയ. വാക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഷി വാസ് ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അവൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി ചിലത് വിളിച്ചു പറയുവാനിടയായി തീർന്നു. താഴോട്ട് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ 64, 65 വാക്യങ്ങളിലൊക്കെ വായിക്കുമ്പോൾ ചുറ്റും പാർക്കുന്നവർക്കെല്ലാം ഭയമുണ്ടായി. ഇവിടെ യോഹന്നാന്റെ ജനനത്തിലാണ് ആമേൻ സെഖര്യാവിന്റെ നാവിന്റെ ആ ബന്ധനം അഴിയുന്നത്. എന്നിട്ട് താൻ സംസാരിക്കാൻ തുടങ്ങിയാണ്. അവിടെ പലർക്കും സന്തോഷം ഒരു ഭാഗത്തുണ്ടാകുന്നു, എന്നാൽ അവർക്ക് ഭയം ഉളവാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കാരണം സ്തോത്രം, പേരിടുവാൻ പറയുമ്പോൾ എലിസബത്ത് യോഹന്നാൻ എന്ന് പറയുന്നു. പരിശുദ്ധാത്മാവിനാൽ അവൾ നിറഞ്ഞവളായിരുന്നു. സ്തോത്രം. കർത്താവിന്റെ ആലയത്തിൽ വെച്ച് തന്നെ ദൈവത്തിന്റെ ദൂതൻ സെഖര്യാവിനോട് പറഞ്ഞു, അവന് യോഹന്നാൻ എന്ന് പേരിടണം. സ്വതം സെഖര്യാവിനോട് ചോദിക്കുമ്പോൾ ഒരു പലക എടുത്തുകൊണ്ട് വരാൻ താൻ പറയുകയാണ്. അതിൽ യോഹന്നാൻ എന്ന് എഴുതുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനത്തിന് ഭയമുണ്ടായി. സ്തോത്രം. അവർക്ക് സന്തോഷമുണ്ടായി. അവർ യഹൂദിയിൽ നാട്ടിലെങ്ങും ഈ വാർത്ത ഒക്കെയും പരന്നു. കേട്ടവരെല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഈ പൈതൽ എന്താകുമെന്ന് പറഞ്ഞ് കർത്താവിന്റെ കൈ അവനോട് കൂടെയുണ്ടായിരുന്നു. നോക്കിക്കേ, സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരുടെ ജീവിതത്തിൽ ഒരു ഐക്യത വെളിപ്പെടുവാനിടയായി തീർന്നു. അവർക്കൊക്കെ അവർ ചിന്തിക്കുന്ന ഒരു വിഷയം, ഈ പൈതൽ എങ്ങനെയുള്ളൊരു പൈതലായിരിക്കുമെന്ന്. 67 വാക്യത്തിൽ അവന്റെ അപ്പനായ സെഖര്യാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ചത്. സ്തോത്രം. ചില പ്രവചിച്ചുള്ള കാര്യങ്ങൾ സെഖര്യാവ് പറയുകയാണ്. അപ്പോൾ ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്. സ്തോത്രം. ഈ അധ്യായത്തിൽ കാണപ്പെടുന്ന ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ശക്തി മറിയയുടെ മേൽ വന്നു. സ്തോത്രം. പൈതൽ യോഹന്നാൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി തീർന്നു. സ്തോത്രം. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ചിലത് വിളിച്ചു പറഞ്ഞു. സെഖര്യാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ചു. സ്തോത്രം. കുറിവാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഹല്ലേലൂയ. 76 മുതൽ വായിക്കുമ്പോൾ, നീയോ പൈതലെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. ആ യോഹന്നാനെ കുറിച്ച് അപ്പനായ സെഖര്യാവ് പരിശുദ്ധാത്മാവിൽ ചിലത് പ്രവചിക്കുകയാണ്. കർത്താവിന്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആർദ്ര കരുണയാൽ അവന്റെ ജനത്തിന് പാപമോചനത്തിൽ നിന്ന് രക്ഷ പരിജ്ഞാനം കൊടുപ്പാനായി സ്തോത്രം നീ അവന് മുൻപായി നടക്കും. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിനും സ്തോത്രം ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഇത്രയും കാര്യം യോഹന്നാനെ കുറിച്ച് പ്രവചിച്ചു പറഞ്ഞിട്ട് നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ ഇങ്ങനെ വായിച്ചു, പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. ഒന്നാമത്തെ ദൈവീക ആലോചന, വളരും തോറും ആത്മാവിൽ ബലപ്പെടുക. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലെ, നാം ഓരോ ദിനവും കഴിയും തോറും ആത്മാവിൽ ബലപ്പെടുക.
ഇത് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ യോഹന്നാൻ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ നിയോഗങ്ങൾ, ആത്മാവിൽ ചലിക്കുക, ആത്മാവിൽ നടക്കുക എന്നുള്ളത് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് വിജയിപ്പാൻ കഴിയത്തില്ല. വളരും തോറും ആത്മാവിൽ ബലപ്പെടുക. ഒന്നാമത്തെ ദൈവിക ആലോചന, വളരും തോറും നമ്മൾ ആത്മാവിൽ ബലപ്പെടുക. പിന്നീട് പറയുകയാണ്, അവൻ ഇസ്രായേലിന് തന്നെ താൻ കാണിക്കും നാൾ വരെ മരുഭൂമിയിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. Till he was manifested to the Israelites, he was in the wilderness. Amen. ഇസ്രായേലിന് തന്നെ താൻ കാണിക്കും നാൾ വരെ മരുഭൂമിയിലായിരുന്നു. മരുഭൂമി കാണിക്കുന്നത് ഒരു ഏകാന്തതയാണ്. ഹല്ലേലൂയ. തന്നെ തന്നെ ഒരു രാജ്യത്തിന് വെളിപ്പെടുത്തുന്നതിന് മുന്നമേ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വഴി ഒരുക്കുവാൻ നിയമിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ. തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഹി വിൽ മേക്ക് എ പാത്ത്, ഒരു വഴി ഒരുക്കുന്ന വ്യക്തിയായിട്ടാണ് യോഹന്നാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇസ്രായേലിന് തന്നെ താൻ കാണിക്കുന്ന നാൾ വരെ താൻ ഭൂമിയിലായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലെ, ചില ഏകാന്തതയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. സ്തോത്രം. നമ്മുടെ മേലുള്ള ദൈവീക ഉദ്ദേശങ്ങളും നമ്മുടെ മേലുള്ള ദൈവീക വാഗ്ദത്തങ്ങളും നിറവേറുന്നതിന് മുന്നമേ, സ്തോത്രം, കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു തലത്തിലെത്തുന്നതിന് മുന്നമേ ചില ഏകാന്തതയിലൂടെ കടന്നു പോയേ പറ്റത്തുള്ളൂ. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഈ ഏകാന്തതകളിൽ കർത്താവിൻ്റെ കരമില്ലേ, ഞാൻ എന്തുകൊണ്ട് ഏകാന്തതയിലൂടെ കടന്നു പോകുന്നു? അല്ലെങ്കിൽ ആർക്കുമില്ലാത്ത ഒരു ഭാരം, ആർക്കുമില്ലാത്തൊരു വിഷമം, ആരുടെയും ജീവിതത്തിൽ അവർ കടന്നു പോകാത്ത ഒരു പ്രതിസന്ധി എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ? പക്ഷേ മരുഭൂമിയിലായിരുന്നു യോഹന്നാൻ. യോഹന്നാന് പാർക്കുവാൻ ഭവനമില്ലാഞ്ഞിട്ടല്ല, യോഹന്നാൻ ഒരു കുടുംബമില്ലാഞ്ഞിട്ടല്ല, പ്രൈസ് ദി ലോർഡ്, അപ്പനും അമ്മയും ഇല്ലാഞ്ഞിട്ടല്ല, സ്തോത്രം. എന്നാൽ ദൈവിക ഉദ്ദേശം തൻ്റെ മേൽ, ഹല്ലേലൂയ, തന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ ആ ഏകാന്തതയിലാണ് വെളിപ്പെടേണ്ടത്. നോക്കിക്കേ, ദാവീദിന്റെ ജീവിതത്തിൽ, സ്തോത്രം, കർത്താവിൻ്റെ ആത്മാവിൻ്റെ നിയോഗത്തിലാണ് ശമൂവേൽ വന്ന് തന്നെ അഭിഷേകം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ശമൂവേലിനൊരു ഭയമുണ്ടായിരുന്നു, ശൗൽ അറിഞ്ഞാൽ എന്ത് പറ്റും? പക്ഷേ കർത്താവ് പറയാണ്, നീ, ഹല്ലേലൂയ, ഞാൻ പറയുന്നത് പോലെ ഇശായിയുടെ ഭവനത്തിൽ ചെല്ലുക. സ്തോത്രം. 7 പുത്രന്മാരെയും മുൻപിൽ നിർത്തിയപ്പോഴൊക്കെ കർത്താവ് പറയാണ്, ഞാൻ ഇവരെ ആരെയും തിരഞ്ഞെടുത്തിട്ടില്ല. മാനുഷിക ബുദ്ധി കൊണ്ട് നോക്കുമ്പോൾ ഇശായിക്ക് തോന്നുന്നു, തൻ്റെ മൂത്ത പുത്രന്മാരൊക്കെ പടയാളികളാണ്, അല്ലെങ്കിൽ ആ പട്ടാളത്തിലുള്ളവരാണ്, അവർ യോദ്ധാക്കളാണ്, അവർക്ക് രാജസ്ഥാനത്ത് കടന്നു വരുവാനുള്ള പ്രാപ്തിയുണ്ട്, യോഗ്യതകളുണ്ട്. പക്ഷേ കർത്താവ് പറയുകയാണ്, സ്തോത്രം, ഞാൻ ഇവരെ തിരഞ്ഞെടുത്തിട്ടില്ല. നീ മനുഷ്യൻ നോക്കുന്നത് പോലെ നോക്കരുത്, നീ അവരുടെ ഉയരം നോക്കല്, പൊക്കം നോക്കല്, ഞാൻ അവരെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ദൈവം ഹൃദയങ്ങളെ നോക്കുന്നു എന്ന് കർത്താവ് ശമൂവേലിനോട് പറയുകയാണ്. അതിനുശേഷം ശമൂവേൽ പറയാണ്, സ്വതം, ഇനിയും ഒരു സന്തതി നിന്നെ കൊണ്ടോ? ഇശായി പറയാണ്, ഒരുത്തനുണ്ട്, അവൻ വനാന്തരങ്ങളിലായിരിക്കുന്നു, അവനെ വിളിച്ചുകൊണ്ട് വരിക, അവൻ വരാതെ നാം ഭക്തിയിലിരിക്കത്തില്ല. സ്തോത്രം. അങ്ങനെ ദാവീദിനെ വിളിച്ചു കൊണ്ടുവരുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്താണ്? തന്നെ മാറ്റി നിർത്തിയവരും, തന്നെ അർഹതയില്ലാതെ എണ്ണിയവരും, തൻ്റെ മേൽ കുറ്റം ചുമത്തിയവരും, പ്രൈസ് ദി ലോർഡ്, ഒരു യോഗ്യതയില്ലാതെ കണ്ട തൻ്റെ കുടുംബക്കാരുടെ മുൻപിൽ, തൻ്റെ മാതാപിതാക്കളുടെ മുൻപിൽ തന്നെ, തൻ്റെ സഹോദരന്മാരുടെ മുൻപിൽ തന്നെ വിളിച്ചു വരുത്തി, ഹല്ലേലൂയ, വിളിച്ചു വരുത്തി തന്നെ അഭിഷേകം ചെയ്യുന്ന ഒരു ഭാഗമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദാവീദ് സങ്കീർത്തനം എഴുതുമ്പോഴൊക്കെ പറയുന്നു, എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എന്നെ ഉപേക്ഷിച്ചെങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. തന്നെ ഉപേക്ഷിച്ച് മാറ്റി നിർത്തിയവരുടെ മുൻപിൽ ഒരു അഭിഷേകം ദാവീദിന്റെ മേൽ വീണു. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, സ്തോത്രം, ആത്മാവിന്റെ ശക്തി ഒരു തൈലക്കൊമ്പും എടുത്ത് ദാവീദിന്റെ മേൽ ഒഴിച്ച് തന്നെ അഭിഷേകം ചെയ്തെങ്കിലും താനായിരുന്നത് ഏകാന്തതകളിലാണ്, താനായിരുന്നത് കാടിന്റെ ഏകാന്തതകളിലാണ്. സ്തോത്രം. ഈ ഗോലിയാത്തുമായിട്ടുള്ള യുദ്ധം നടക്കുമ്പോഴും താനായിരുന്നത് ആ വനാന്തരങ്ങളിലാണ്. താൻ പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ തന്റെ പാട്ട് കേൾക്കുവാൻ ചില ആടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പ്രൈസ് ദി ലോർഡ്, ആ ഏകാന്തതയിലും കിടന്ന് താൻ പാടി സ്തുതിച്ചു. മറ്റുള്ള ഒരു വ്യക്തിയുടെ അപ്രീഷിയേഷൻ താൻ ആഗ്രഹിച്ചില്ല, മറ്റുള്ള ഒരു വ്യക്തി
വ്യക്തിയുടെ മോട്ടിവേഷനോ അല്ലെങ്കിൽ 4 പേരെ കാണിക്കുവാനല്ല താൻ ചെയ്തത്. സ്തോത്രം. ഏകാന്തതയിലും കിടന്ന് താൻ ദൈവത്തെ സ്തുതിപ്പാനിടയായി തീർന്നു. ദൈവത്തിന്റെ വിളിയുള്ളവർ, ദൈവിക ദർശനമുള്ളവർക്ക് ആരുമില്ലെങ്കിലും അവർ കർത്താവിനെ സ്തുതിക്കും. ആമേൻ. ഉള്ളിൽ ആ രക്ഷയുടെ സന്തോഷത്തിന്റെ വില മനസ്സിലാക്കുന്നവർ ദൈവത്തെ സ്തുതിപ്പാനിടയായി തീരും. ദാവീദിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഏകാന്തതകളിലാണ് ചിലതൊക്കെ വെളിപ്പെട്ട് വന്നത്. ഒരു കരടി കടന്നു വരികയാണ്, ഒരു സിംഹം കടന്നു വരികയാണ്. താൻ ഹല്ലേലൂയ തൻ്റെ ആടുകളെ അതിൻ്റെ വായിൽ നിന്ന് വലിച്ചു കീറി, ആ മൃഗത്തെ വലിച്ചു കീറിയിട്ട് തൻ്റെ ആടിനെ താൻ രക്ഷിക്കുന്നു. പക്ഷേ അതൊന്നും ആരും കണ്ടില്ല. അവിടെ ഒരു പബ്ലിസിറ്റി ചെയ്യാൻ ദാവീദ് പോയില്ല. എങ്കിലും ഹല്ലേലൂയ തൻ്റെ ജീവിതത്തിൽ അതൊരു സാക്ഷ്യമായി കടന്നു. ഗോലിയാത്തുമായിട്ടുള്ള യുദ്ധത്തിൽ ശൗലിനോട് താൻ പറയുകയാണ്, ഈ ദാസനായ ഞാൻ ആടിനെ രക്ഷിച്ചതാണ്. സിംഹം വന്നപ്പോൾ, കരടി വന്നപ്പോൾ അവരുടെ വായിൽ നിന്ന് ഞാൻ ആട്ടിനെ രക്ഷിച്ചു. ഈ അഗ്രചർമ്മി ദൈവത്തെ നിന്ദിക്കുന്ന, ഇസ്രായേലിന്റെ സൈന്യങ്ങളുടെ ദൈവമായി നിന്ദിക്കുന്ന ഇവൻ ആരുമല്ല. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ളവന്റെ ജീവിതത്തിൽ ചില ഏകാന്തതകൾ ഉണ്ടായിരുന്നു. ഞാൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഇവിടെ പറയുകയാണ്, അവൻ ഇസ്രായേലിന് തന്നെ താൻ കാണിക്കും നാൾ വരെ മരുഭൂമിയിലായിരുന്നു. ഹല്ലേലൂയ. യോഹന്നാനെ കുറിച്ച് പറയുകയാണ്, താൻ കാട്ടുതേൻ തിന്ന്, ഹല്ലേലൂയ, തൈര് അതുപോലെ അതൊക്കെ തിന്ന് താൻ ഒട്ടകങ്ങളുടെ രോമ ഒക്കെ ധരിച്ചു നിന്ന ഒരു വ്യക്തിയായിരുന്നു സ്നാപകനായ യോഹന്നാൻ. മരുഭൂമിയിലായിരുന്നു. ടിൽ ഹി വാസ് മാനിഫെസ്റ്റഡ് ടു ദ ഇസ്രായേലൈറ്റ്സ്. ഇസ്രായേലിന് തന്നെ താൻ വെളിപ്പെടുത്തും നാൾ വരെ തൻ്റെ മേലൊരു ശുശ്രൂഷയുണ്ടായിരുന്നു. ഹല്ലേലൂയ. താൻ ദേശങ്ങളിലേക്ക് പോയിട്ട് മാനസാന്തരത്തെക്കുറിച്ചുള്ള പ്രസംഗം പ്രസംഗിക്കുന്നു, അനേകരെ സ്നാനപ്പെടുത്തുന്നു. ബട്ട് അത് നിറവേറുന്നത് വരെ താൻ മരുഭൂമിയിലായിരുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ തനിക്ക് പറയുവാനുണ്ട്. പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച് ഏകാന്തതയിൽ കടന്നപ്പോൾ തൻ്റെ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധി ആരും കണ്ടില്ല. ആമേൻ. തന്നിലൂടെ ഒരു വിജയം കർത്താവ് നൽകിയത് താൻ ആരെയും അറിയിക്കാൻ പോയില്ല. പക്ഷേ തക്ക സമയമായപ്പോൾ ശൗലിന്റെ മുൻപിൽ അതൊരു സാക്ഷ്യമായി മാറി. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതൽ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന പല അത്ഭുത പ്രവർത്തികളും ആരും കാണാതെയായിരിക്കും. ചില ഏകാന്തതയിലൂടെ നമ്മൾ കടന്നുപോയേ പറ്റൂ. എങ്കിലും ദൈവീക പദ്ധതി നമ്മുടെ മേൽ നിറവേറും. സ്തോത്രം. ദൈവീക ഉദ്ദേശം നമ്മുടെ മേൽ നിശ്ചയമായിട്ടും നിറവേറും. ഹല്ലേലൂയ. നമുക്ക് കടന്നു വരാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാമത്തെ അധ്യായം. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് വലിയ ഒരു ഉണർവ് നടക്കുകയാണ് ശമരിയുടെ പട്ടണത്തിൽ. ഫിലിപ്പോസ്, സ്തോത്രം, അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ച് ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളും പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏകമനസ്സോടെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച് പലരിൽ നിന്നും അവ ഉറക്ക നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷവാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. നോക്കിക്ക്, ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കുകയാണ് ശമരിയുടെ പട്ടണത്തിൽ. പക്ഷേ സ്തോത്രം, അതിനുശേഷം ഒരു ശീമോൻ എന്ന് പറഞ്ഞ മന്ത്രവാദിയൊക്കെ താനും രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ കടന്നു വരുന്നു, സ്നാനപ്പെടുന്നു. അതിനുശേഷം അപ്പോസ്തലന്മാർ കടന്നു വന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടെ വിടുവിക്കപ്പെട്ട് കടന്നു വന്ന ജനം, സ്തോത്രം, സ്നാനമേറ്റ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ മേൽ വരികയാണ്. ജാതികളിലും കർത്താവ് തന്റെ ആത്മാവിനെ നിറയ്ക്കുകയാണ്. അങ്ങനെ ശീമോൻ ചോദിക്കുകയാണ്, എനിക്കും ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചാലും അവരും പരിശുദ്ധാത്മാവിൽ നിറയണം, ഈ വരം എനിക്ക് തരാൻ പറയുമ്പോൾ നിന്റെ ദ്രവ്യത്തെ കൊണ്ട് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് പത്രോസ്, ഹല്ലേലൂയ, അവിടെ ആമേൻ, താൻ മാനസാന്തരപ്പെടുവാൻ വേണ്ടി പറയുകയാണ്. അതിനുശേഷം നമുക്കറിയാം, ഇവിടെ ഒത്തിരി ദൈവപ്രവർത്തികൾ നടക്കുമ്പോഴും ഒത്തിരി ജനം വിടുവിക്കപ്പെട്ട് കടന്നു വരുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ദൂതൻ, ഹല്ലേലൂയ, ഫിലിപ്പോസിനെ മറ്റൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. 26-ാമത്തെ വാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 8:26. അനന്തരം കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. സ്തോത്രം. നിർജ്ജന പ്രദേശം, ആരുമില്ലാത്തൊരു പ്രദേശം, അത് ചില ഏകാന്തതകളെ കുറിക്കുകയാണ്. എങ്കിലും ഓർത്തുകൊള്ളുക, ഒരു വലിയ പട്ടണത്തിൽ ഉണർവ് നടക്കുമ്പോഴും കർത്താവിൻ്റെ ആത്മാവ് തന്നെ നയിക്കുന്നത് ഒരു നിർജ്ജന പ്രദേശത്തേക്കാണ്. ഒറ്റയൊരു വ്യക്തിയെക്കുറിച്ച് ദൈവത്തിന് അവിടെ ഉദ്ദേശമുണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് യാത്ര ചെയ്തു പോകുന്ന ഒരു വ്യക്തി, രഥത്തിലിരുന്ന് യാത്ര ചെയ്തു പോകുന്ന ഒരു ഷണ്ണൻ, ഹല്ലേലൂയ,
പക്ഷേ ദൈവത്തിന് ഉദ്ദേശമുണ്ടായിരുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ദൂതൻ ഫിലിപ്പോസിനെ ഒരു വലിയ പട്ടണത്തിൽ സന്തോഷമുണ്ടാകുമ്പോൾ, അവിടെ അനേകർ വിടുവിക്കപ്പെട്ട് കടന്നു വരുമ്പോൾ, അവിടെ ഒരു ഉണർവുണ്ടാകുമ്പോൾ അവിടെ നിന്ന് വലിച്ചുകൊണ്ട് ഫിലിപ്പോസിനെ കൊണ്ടുപോവുകയാണ്. സങ്കീർത്തനക്കാരൻ പറയാണ്, പച്ചയായ പുൽപ്പുറങ്ങളിൽ കർത്താവ് എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ നടത്തുന്നു, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമം നിമിത്തം നീതിപാതകളിൽ നടത്തുന്നു. ഇതൊക്കെ പറയുകയാണ്, എല്ലാം അനുഗ്രഹങ്ങളാണ്. അതിനുശേഷം പറയാണ്, കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ കടന്നുപോയാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടത്തില്ല. ആമേൻ, സ്തോത്രം. പച്ചയായ പുൽപ്പുറങ്ങൾ, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ, ഹല്ലേലൂയ, പ്രാണൻ തണുപ്പിക്കുകയാണ്, നീതിപാതകളിൽ കർത്താവ് നടത്തിയാണ്. എന്നിട്ട് എടുത്തു താൻ പറയുകയാണ്, കൂരിരുളിലൂടെ ഞാൻ കടന്നുപോയി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലേ, ക്രിസ്തീയ ജീവിതത്തിൽ എല്ലായ്പ്പോഴും സുഖങ്ങളും സൗകര്യങ്ങളും സന്തോഷങ്ങളും മാത്രമല്ല, ചില ഏകാന്തതയിലൂടെ നാം കടന്നു പോകണം. യോഹന്നാൻ മരുഭൂമിയിലായിരുന്നു തന്നെ താൻ ഇസ്രായേലിന് വെളിപ്പെടുത്തുന്ന നാൾ വരെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ചില ഏകാന്തതകൾ കർത്താവ് അനുവദിക്കുന്നത് അത് നമ്മുടെ ഉയർച്ചയ്ക്കാണ്. അത് നമ്മെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശങ്ങൾ, അല്ലെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയുടെ തലം, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് കർത്താവ് നമ്മളെ നയിക്കുകയാണ്. പലപ്പോഴും പല ചോദ്യങ്ങൾ നാം ദൈവസന്നിധാനത്തിൽ ഒരുപക്ഷെ ചോദിക്കും. എന്തുകൊണ്ടെന്നൊക്കെ നാം ചിന്തിക്കുന്ന മേഖലകൾ കാണും. എങ്കിലും ഓർത്തുകൊള്ളുക, ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ഇവിടെ നിർജ്ജനമായ ഒരു പ്രദേശത്തേക്കാണ് ഫിലിപ്പോസിനെ ആത്മാവ് നയിച്ചു കൊണ്ടുപോകുന്നത്. താഴോട്ട് വായിക്കുമ്പോൾ 29 വാക്യത്തിൽ, ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പ്രവചിച്ച കാര്യങ്ങളും ദൈവത്തിന്റെ ശക്തി അവരുടെ മേൽ വെളിപ്പെട്ടതൊക്കെ നമ്മൾ ചിന്തിച്ചല്ലോ. ഹല്ലേലൂയ. ഇവിടെ ആത്മാവ് തന്നെയാണ് ഫിലിപ്പോസിനോട് പറയണം, നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്കുക. അതിനുശേഷം സംഭവിക്കുന്നതൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. താൻ ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് താൻ കേൾക്കുകയാണ്. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചതിന് ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിത്. അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. രോമം കത്രിക്കുന്നതിൻ്റെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവൻ്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്നും അവൻ്റെ ജീവനെ എടുത്ത് കളയുന്നുവല്ലോ. ഷണ്ണൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു, തന്നെക്കുറിച്ചോ മറ്റൊരുത്തിനെ കുറിച്ചോ എന്ന് പറഞ്ഞ് തരേണം എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. ഹല്ലേലൂയ. ഒറ്റയൊരു തിരുവെഴുത്തിനെ ആധാരമാക്കി ക്രിസ്തുവിനെ കുറിച്ച് താൻ പറയുവാനിടയായിരുന്നു. നാമും ഹല്ലേലൂയ, നാം ആയിരിക്കുന്ന മേഖലകളിൽ ഏതെങ്കിലും ഒരു ചെറിയ സാഹചര്യം കിട്ടിയാലും ക്രിസ്തുവിനെ കുറിച്ച് നാം പറയുവാനിടയാകണം. ഒരു സാഹചര്യത്തിൽ കൂടെ തന്നെ നമുക്ക് യേശുവിനെ പരിചയപ്പെടുത്തുവാൻ കഴിയും. ഒരുപക്ഷെ ഒരു വ്യക്തി നമ്മോട് അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, ഭാരങ്ങൾ പറയുമ്പോൾ ആമേൻ, നാം പറയണം, യെസ്, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിശ്ചയമായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറയണം. ആമേൻ. അത് ചിലപ്പോൾ ഒരു മുഖാന്തരമായിരിക്കും. ആമേൻ. അവരോട് സുവിശേഷം അറിയിക്കാൻ, അവരുടെ ജീവിതത്തിൽ കർത്താവ് ഒരു പ്രവൃത്തി ചെയ്താൽ, ഹല്ലേലൂയ, ഒരു അത്ഭുതമായി തീർന്നാൽ അവർ ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരും. ഇവിടെ ഒരു തിരുവഴുത്തിൽ നിന്ന് തുടങ്ങി യേശുവിനെ കുറിച്ച് പ്രസംഗിപ്പാൻ ഇടയായിത്തീർന്നു. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയാണ്, ഗോ ഇൻ ടു ഓൾ ദ വേൾഡ്, നിങ്ങൾ ഭൂലോകത്തെങ്ങും പോയി ആമേൻ സകല സൃഷ്ടിയോടും ആമേൻ ഹല്ലേലൂയ ക്രിസ്തുവിനെ കുറിച്ച് പറയണം. നിങ്ങൾ പ്രസംഗിക്കണം, നിങ്ങൾ സ്നാനപ്പെടുത്തണം. നമ്മൾ ചെയ്യേണ്ട കടപ്പാടുകൾ ചെയ്യുവാൻ ഇടയായിത്തീരട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവ് അതിനായി നമ്മെ ബലപ്പെടുത്തട്ടെ. അവർ ഇങ്ങനെ വഴി പോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ ചോദിക്കുകയാണ്, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നത് എന്ത് വിരോധമെന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ ആ വ്യക്തി കർത്താവിനെ അറിയുകയാണ്. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നവൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. നോക്കിക്കേ, ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. സ്തോത്രം. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവാണ് ഫിലിപ്പോസിനോട് നമ്മൾ നേരത്തെ വായിച്ചതിൽ എടുത്തു പറയാനിടയായി തീർന്നു.
ഫിലിപ്പോസിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്കാമെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ സ്നാനം കഴിഞ്ഞപ്പോൾ ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. പരിശുദ്ധാത്മാവ് ചില ഇടങ്ങളിൽ നമ്മെ എടുത്തുകൊണ്ടുപോയി നിർത്തും, ചില ഇടങ്ങളിൽ നമ്മെ എടുത്തുകൊണ്ടുപോയി മാറ്റും. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി നമുക്ക് സമർപ്പിപ്പാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവം തൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ അധികമായി നിറയ്ക്കുവാൻ ഇടയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധാനത്തിൽ നമുക്ക് അങ്ങനെ തന്നെ സമർപ്പിപ്പാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി. ഒന്ന് മാനുഷികമായി ചിന്തിച്ചു നോക്കിക്കേ. ഫിലിപ്പോസ് ഒരു വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഫിലിപ്പോസ് ഇട്ടിരിക്കുന്ന വസ്ത്രമൊക്കെ ഒരുപക്ഷെ നനഞ്ഞു കാണുമെങ്കിലും ആത്മാവ് തന്നെ എടുത്തുകൊണ്ടു പോകുകയാണ്. അതിനുശേഷം ഷണ്ണൻ അവനെ കണ്ടില്ല. അവർ സന്തോഷിച്ചും കൊണ്ട് തൻ്റെ വഴിക്ക് പോയി. ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. അവൻ സഞ്ചരിച്ച എല്ലാ പട്ടണങ്ങളും സുവിശേഷം അറിയിച്ചുകൊണ്ട് കൈസരിയിലെത്തി. നോക്കിക്കേ, വീണ്ടും സുവിശേഷം അറിയിക്കാൻ പോകുകയാണ്. വസ്ത്രമൊക്കെ ഒരുപക്ഷെ നനഞ്ഞായിരിക്കും, പക്ഷെ പരിശുദ്ധാത്മാവ് ചില ഇടങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മാനുഷിക ബുദ്ധിക്കകത്ത് അത് ഒതുങ്ങത്തില്ല, നമ്മുടെ മാനുഷിക ചിന്തകൾക്കകത്ത് അത് ഒതുങ്ങത്തില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ ചേർന്ന് നടക്ക. അതിനുശേഷം ദൈവശബ്ദത്തിന്, ആത്മാവിൻ്റെ ശബ്ദത്തിന് തന്നെ തന്നെ സമർപ്പിച്ച് ആമേൻ ചേർന്ന് നടന്ന ഫിലിപ്പോസ് പിന്നെ ആ ആത്മാവ് തന്നെ എടുത്തുകൊണ്ടുപോയി. നാം ദൈവശബ്ദം കേട്ട് ദൈവത്തിൻ്റെ ആലോചനയുടെ മുമ്പിൽ നിന്ന് സമർപ്പിച്ച് നടക്കുമ്പോൾ, ചലിക്കുമ്പോൾ, ദൈവഹിതപ്രകാരം ചുവടുകൾ എടുത്തു വെക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പ്രവർത്തിപ്പാൻ ഇടയായിത്തീരും. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു കേട്ടതുകൊണ്ട് ആത്മാവ് തന്നെ അടുത്ത ഒരു സ്ഥാനത്തേക്ക് എടുത്തുകൊണ്ടുപോയി. അതിനുശേഷം താൻ അവിടെ പ്രസംഗിപ്പാൻ ഇടയായിത്തീർന്നു. നമ്മെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം, നമ്മെക്കുറിച്ചുള്ള ആ ദൈവിക പദ്ധതിക്ക് വേണ്ടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിപ്പാൻ കഴിയുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസിന്റെ ദ്വീപിൽ കിടക്കുകയാണ്. തൻ്റെ ജീവിതത്തിലുള്ളത് ഏകാന്തതയാണ്. പൗലോസ് കിടക്കുന്നത് കാരാഗ്രഹത്തിലാണ്. തൻ്റെ കൂടെ കൂട്ടിനാരുമില്ല. സ്തോത്രം. തൻ്റെ കൂടെ നിന്ന് ശുശ്രൂഷിച്ചവരും തൻ്റെ കൂടെ കർത്താവിൻ്റെ വേലയിൽ വന്ന അപ്പോസ്തലന്മാരാരും തന്നെ അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഇല്ല. ആമേൻ. ഒരിടത്ത് ഒരുപക്ഷെ സഭ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, കൂടെ പ്രവർത്തിച്ച സഹപ്രവർത്തകർ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ആ ഏകാന്തതയിലും കടന്നുകൊണ്ട് ആമേൻ ലേഖനങ്ങൾ എഴുതുവാൻ പരിശുദ്ധാത്മാവ് പൗലോസിന് കൃപ നൽകിയെങ്കിൽ ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ജീവിതത്തിന്റെ ചില ഏകാന്തതകളിലെ കർത്താവിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം നിവർത്തിയാക്കുവാൻ കഴിയത്തുള്ളൂ. നാം നമ്മെ തന്നെ അതിനുവേണ്ടി ഒന്ന് സമർപ്പിച്ചു കൊടുക്കണം. ഒരു കംഫർട്ട് സോണിൽ നമ്മൾ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, എല്ലാ സുഖങ്ങളും എല്ലാ സൗകര്യങ്ങളുടെ അകത്ത് നിൽക്കുമ്പോൾ പല ദൈവപ്രവർത്തികളും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടത്തില്ല. ഹല്ലേലൂയ. കർത്താവിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശത്തിലേക്ക് കടത്തണമെങ്കിൽ ചില ആമേൻ സ്തോത്രം കംഫർട്ട് സോണൊക്കെ കർത്താവ് പൊട്ടിക്കും. ഹല്ലേലൂയ. അങ്ങനെയുള്ള ചിലതൊക്കെ കർത്താവ് എടുത്തു മാറ്റും. കാരണം ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ ഏകാന്തതകളിൽ ഹല്ലേലൂയ നമ്മെക്കുറിച്ചുള്ള പദ്ധതികൾ വെളിപ്പെടുന്നത്. ഞാൻ ദാവീദിനെ കുറിച്ച് പറയുവാനിടയായിത്തീർന്നു. തൻ്റെ ജീവിതത്തിൻ്റെ ഏകാന്തതയിലാണ് താൻ ആ സിംഹത്തെ കൊല്ലുന്നത്, താൻ ആ കരടിയൊക്കെ കൊല്ലുന്നത്. സ്തോത്രം. ഒരു അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുന്നത് ഏകാന്തതയിലാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഫിലിപ്പോസ് നിർജ്ജന പ്രദേശത്തേക്ക് നയിക്കപ്പെടുവാനിടയായിത്തീർന്നു. പത്മോസിന്റെ ദ്വീപിൽ ഹല്ലേലൂയ കിടക്കുന്ന ആ യോഹന്നാൻ ഒരുപക്ഷെ അന്ന് വരെ താൻ യേശുവിനെ കണ്ടത് ഹല്ലേലൂയ യേശുവിന്റെ കൈകളിൽ ആണിയടിച്ചതും ആ കാൽവറി ക്രൂശിൽ കിടക്കുന്ന യേശുവും അതിനുശേഷം പ്രത്യക്ഷനായ യേശുവിനെ മാത്രം കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള ഒരു വെളിപ്പാടായിരിക്കും യോഹന്നാൻ അന്ന് വരെ ഉണ്ടായിരുന്നത്. പക്ഷേ പത്മോസിന്റെ ദ്വീപിൽ ഹല്ലേലൂയ താൻ ഇങ്ങനെയാണ് പറയുന്നത്, കർത്തൃ ദിവസത്തിൽ ഹല്ലേലൂയ ആത്മവിവശനായിട്ട് താൻ യേശുവിനെ കാണുകയാണ്. മാറത്ത് പൊൻകച്ച അണിഞ്ഞ് ഹല്ലേലൂയ വെള്ളോഴ് സദൃശനായിട്ട് ആമേൻ കാലുകളുള്ള കർത്താവ്. ആമേൻ. തനിക്ക് കർത്താവിന്റെ മുഖം കാണുവാൻ കഴിയത്തില്ല. അത്രയും തേജോമയനായ കർത്താവിനെ മറ്റൊരു ശിഷ്യന്മാരും കാണാത്തതുപോലെ അപ്പോസ്തലനായ യോഹന്നാൻ കണ്ടത് പ്രൈസ് ദി ലോർഡ് തന്റെ ജീവിതത്തിന്റെ ഏകാന്തതയിലായിരുന്നു. ഹല്ലേലൂയ. ആരും തന്നെ തന്റെ കൂടെ ഇല്ല. ആമേൻ. സ്തോത്രം. തന്നെ തീയിലിട്ടിട്ട് ആമേൻ ചരിത്രം പറയുന്നത് വെന്തു പോകുമെന്ന് കരുതി തന്നെ തീയിലിട്ടു. പക്ഷേ
അത് സംഭവിക്കാനിരുന്നപ്പോഴാണ് തന്നെ നാട് കടത്തിയത്. സ്തോത്രം. എന്നാൽ അവിടെ കിടന്നുകൊണ്ട് നടക്കുവാനുള്ള സംഭവത്തെക്കുറിച്ച്, ഭാവിയിൽ നടക്കുവാനുള്ളതിനെക്കുറിച്ച് വെളിപ്പാടിൽ താൻ കാണുവാൻ ഇടയായി തീർന്നു. പരിശുദ്ധാത്മാവ് തനിക്കത് വെളിപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ. ആ വെളിപ്പാടിൽ താൻ കണ്ടത്, സ്തോത്രം, ഹല്ലേലൂയ, അന്ന് വരെ ആർക്കും വെളിപ്പെട്ടിട്ടില്ലാത്ത ചിലതായിരുന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, കർത്താവിന്റെ വചനത്തിൽ ഓരോ ഭക്തന്മാരുടെ ജീവിതത്തിലൂടെയും നാം നോക്കുമ്പോൾ, ആമേൻ, അവരുടെ ജീവിത കാര്യങ്ങൾ നാം പഠിക്കുമ്പോൾ, അതിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വിഷയമാണ്, ഹല്ലേലൂയ, എല്ലാവരുടെയും ജീവിതത്തിൽ ഏകാന്തതകളിലാണ് അവർ കർത്താവിനെ നന്നായി രുചിച്ചറിഞ്ഞത്. ഹല്ലേലൂയ, സ്തോത്രം. ഇയ്യോബിന്റെ ജീവിതത്തിൽ എല്ലാവരും തന്നെ കൈവിട്ടു, തൻ്റെ കുടുംബം തന്നെ കൈവിട്ടു. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിനെ തള്ളി പറഞ്ഞിട്ട് ആമേൻ പോയി മരിക്കുവാനൊക്കെ പറയുന്ന തൻ്റെ ഭാര്യയുടെ വാക്കിൻ്റെ മുൻപിൽ തന്നെ ആശ്വസിപ്പിക്കുവാൻ കടന്നു വന്ന സ്നേഹിതന്മാരും തന്നെ കൈവിട്ടപ്പോഴും ആ ഏകാന്തതയിലും പിടിച്ചു നിൽപ്പാൻ ദൈവം ഒരു കൃപ പകർന്നു. അത് പിന്നീട് തൻ്റെ ജീവിതത്തിൽ ഒരു മഹത്വമായി തീർന്നെങ്കിൽ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, കുറിവാക്യത്തിലേക്ക് നമുക്ക് വീണ്ടും കടന്നു വരാം. സ്തോത്രം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, പൈതൽ വളർന്നു, ഹല്ലേലൂയ, ആത്മാവിൽ ബലപ്പെട്ടു, ഇസ്രായേലിന് തന്നെ താൻ വെളിപ്പെടുത്തും വരെ മരുഭൂമിയിലായിരുന്നു. ചില ഏകാന്തതകൾ നമ്മുടെ ജീവിതത്തിൽ നല്ലതാണ്. ആമേൻ. ഒന്നാമത്തെ ദൂത് കർത്താവ് നമുക്ക് ഇന്ന് നൽകിയത്, സ്തോത്രം, വളരും തോറും ആത്മാവിൽ ബലപ്പെടുക. വൈൽ യു ഗ്രോയിങ് ബി സ്ട്രോങ് ഇൻ ദ സ്പിരിറ്റ്. ആമേൻ, സ്തോത്രം. രണ്ടാമത്തെ ദൂത്, ആമേൻ, യോഹന്നാൻ തന്നെ താൻ വെളിപ്പെടുത്തും നാൾ വരെ മരുഭൂമിയിലായിരുന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില ഏകാന്തതകൾ, ആമേൻ, ചില മരുഭൂമികൾ, അത് ദൈവപ്രവൃത്തിയുടെ ആരംഭമായിട്ട് കുറിക്കുക, ദൈവപ്രവൃത്തിയുടെ ആരംഭമായിട്ട് കാണുക. ഞാൻ വിശ്വസിക്കുന്നു ചില ഏകാന്തതയിലൂടെ കടന്നു പോകുന്നവരെന്നെ കേൾക്കുന്നുണ്ട്. ആമേൻ. കർത്താവിൻ്റെ ആത്മാവിനെ നിങ്ങളോട് അറിയിക്കുവാനുള്ളൊരു ദൂത്, ചില ദൈവപ്രവൃത്തികൾ ആരംഭിക്കുകയാണ്. കർത്താവ് ചിലതിനു വേണ്ടി നമ്മെ ഒരുക്കിയെടുക്കുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏകാന്തതയിലാണ്. ദൈവം നമ്മെ അഭിഷേകത്താൽ നിറയ്ക്കും. ആമേൻ. ദൈവത്തെ വാസ്തവമായി രുചിച്ചറിയുവാൻ, കർത്താവിൻ്റെ പ്രവൃത്തിയെ മനസ്സിലാക്കുവാൻ, അത് പിൻകാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യമായി, അത് അനേകർക്കൊരു അനുഗ്രഹമായി, കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു പ്രചോദനവും അവരെ ആത്മീയമായി ബലപ്പെടുത്തുന്നതുമാക്കി തീർക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വശത്തിന് മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കേൾക്കപ്പെട്ട ദൈവിക ആലോചനയുടെ മുമ്പിൽ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ഫാദർ. നന്ദി കർത്താവേ, നന്ദി യേശുവേ. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങ് നൽകിയ നല്ല ആലോചനയ്ക്കായി നന്ദി. ദൈവമേ, യോഹന്നാൻ വളർന്നും തോറും ആത്മാവിൽ ബലപ്പെട്ടു. ഞങ്ങളും കർത്താവെ ആത്മാവിൽ ബലപ്പെടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഒരു ശിശുവിനെ പോലെയല്ല കർത്താവെ, ആത്മീയമായ ആഹാരം, കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തുവിൻ്റെ തലയോളം വളർച്ച പ്രാപിപ്പാൻ കർത്താവ് കൃപ ചെയ്യണമേ. ആത്മാവിൽ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് അനുവദിക്കുന്ന ഏകാന്തതകൾ, അതൊരു ദൈവപ്രവൃത്തിയുടെ തുടക്കമായിട്ട്, അത് ചില ദൈവീക വിടുതലുകളും സാക്ഷ്യങ്ങളുടെയും ആരംഭമായിട്ട് കാണുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. ഏകാന്തതയിലൂടെ കടന്നു പോകുന്ന ദർശനത്തെ അങ്ങ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ അങ്ങ് അയക്കണമേ. വചനം ശ്രവിച്ച് ഏവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. അവർ കടന്നു പോകുന്ന അവസ്ഥകൾ എന്തു തന്നെയാണെങ്കിലും കർത്താവെ അങ്ങ് നന്നായി അറിയുന്നല്ലോ. അങ്ങയുടെ വലിയ പ്രവൃത്തി അതിൻ്റെ മധ്യത്തിൽ അങ്ങ് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമഹത്വം വെളിപ്പെടുത്തുന്ന ഓർത്ത് നന്ദി താഴ്ത്തി സമർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. വചനം ശ്രവിച്ച് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവസരമൊരുക്കി തന്ന പ്രിയ ആൻറ്റിയോടും കുടുംബത്തോടും ഒക്കെ നന്ദി അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. റോസ് ഫാമിലിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.